ഹായ്, NPD-യെക്കുറിച്ച് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ സെയിം ടൈം ഞാൻ അതിനകത്ത് വന്ന കുറേ കമൻസ്, ഈ കമൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ റിപ്പീറ്റഡ്ലി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആക്ച്വലി അതിനകത്ത് കുറേയധികം തിങ്സ് ഞാൻ മിസ് ചെയ്തു എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് ബാല ആൻഡ് അമൃത ഇഷ്യൂവിൽ റിലേറ്റഡ് ആയിട്ട് വന്നതുകൊണ്ടാണ് എനിക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് സ്കിപ്പ് ചെയ്ത് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. വാസ്തവത്തിൽ അതിൻ്റെ ഒരു റെഫറൻസ്, അതായത് ഞാൻ ആ റെഫറൻസ് എടുത്തവർ തന്നെ കുറേ അധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മേ ബി കുറച്ച് ലാഗൊക്കെ വരുമെങ്കിലും കൃത്യമായിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പേഴ്സണാലിറ്റി ഉള്ളവർ, നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുമായിട്ട് എങ്ങനെ സഹകരിക്കാം, എങ്ങനെ മുൻപോട്ട് പോകാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ തരണമെന്ന് തോന്നി. അതിൻ്റെ കൂടെ തന്നെ ഈ ഡിസോർഡർ നമ്മൾ പാർട്ട്നേഴ്സിന് മാത്രമാണോ വരുന്നത്, പാർട്ട്ണർ അല്ലാതെ വേറെ ആർക്കെങ്കിലും വന്നാൽ നമ്മളതെങ്ങനെ സോൾവ് ചെയ്യും, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു അസുഖം വരാൻ സാധ്യതയുള്ളത് പാർട്ട്ണർക്കാണ് കൂടുതൽ. പാർട്ട്ണർക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ ഒക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു പരിധി വരെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പം എനിക്ക് ഇയാളെ തന്നെ വേണം. ഇപ്പം നമ്മുടെ ഒരു കുഞ്ഞിന് ഈ അസുഖം ഉണ്ടെന്ന് വെക്കാം, ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകത്തില്ല. ബിക്കോസ് നമുക്ക് അവിടെ ഉള്ളത് ഡീപ്ലി നമുക്ക് ആ ഒരു അഫെക്ഷൻ ഉണ്ട്. നമുക്ക് ആ കുഞ്ഞ് നമ്മുടേതാണ് എന്നുള്ളൊരു ഇതുണ്ട്. പറഞ്ഞു തിരുത്താനൊന്നും ശ്രമിക്കത്തില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അത്തരം അഡ്ജസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ളവർ ഇത്തരം ക്യാരക്ടർ ഉള്ളവർ സഹിക്കും. പക്ഷെ അത് അവരോടും ആ പറയുന്ന വ്യക്തിയോടും ചുറ്റുമുള്ളവരോടും ചെയ്യുന്ന ചതിയാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. തീർച്ചയായിട്ടും നമുക്കൊരു അസുഖം വന്നു, അപ്പോൾ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ വന്ന് നമ്മൾ മെഡിസിൻ എടുക്കും. ഇല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ഡെഡ് എൻഡിലേക്ക് പോകും, നമുക്കത് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡിമെറിറ്റ് കൊണ്ടുവരും, നമ്മുടെ ബോഡി വീക്കാവും, നമുക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളതിന് മെഡിസിൻ എടുക്കും. എന്തുകൊണ്ട് ഇതിന് മെഡിസിൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതിന് മെഡിസിൻ ഉണ്ട്. സൈക്കോളജിക്കലി ഒരു ഇഷ്യൂ വന്നാൽ നമുക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് നമുക്ക് ആദ്യം ബോധ്യപ്പെടണം. അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പം എന്നോട് നിനക്ക് വട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ എന്ന് പറയും, യെസ് ഐ എം ഹാവിങ് സം സോർട്ട് ഓഫ് വട്ട്, ഇറ്റ്സ് ഓക്കെ എന്ന് പറയും. പക്ഷെ അത് അങ്ങനെ കേൾക്കാൻ മാനസികാവസ്ഥ ഇല്ലാത്ത മനുഷ്യരെന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് പകയ്ക്കും. അത് ഉറപ്പിച്ച അങ്ങനെയുള്ളവരെടുത്ത് അതിൻ്റെതായ ഒരു നേക്കിൽ ഈ കാര്യം അവതരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവർ, ഇപ്പോൾ പാർട്ട്ണർക്കാണ് ഈ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ പാർട്ട്ണറുടെ അമ്മയോട് കാര്യം പറയാം, സഹോദരിയോട് കാര്യം പറയാം. പാർട്ട്ണർ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുകയും കേൾക്കാൻ സന്നദ്ധത കാണിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു റിലേറ്റീവ് ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ അവരെ ക്യാച്ചപ്പ് ചെയ്യുക. എന്നിട്ട് അവരോട് കാര്യം പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് ഈ വിഷയം പുള്ളിക്ക് അവതരിപ്പിച്ചു കൊടുക്കുക. ആണായാലും ശരി പെണ്ണായാലും. ഇത് ആണുങ്ങൾക്ക് മാത്രം വരുന്ന അസുഖമാണെന്ന് വിചാരിക്കരുത്, ഇത് പെണ്ണുങ്ങൾക്ക് കൂടുതലുണ്ട്. അങ്ങനെ ഉള്ളിടത്ത് ആണുങ്ങൾ സഫർ ചെയ്യും, പെണ്ണുങ്ങൾക്കുള്ളിടത്ത് ആണുങ്ങൾക്കുള്ളിടത്ത് പെണ്ണുങ്ങളും സഫർ ചെയ്യും എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു അസുഖം ഉള്ളവരെ നമ്മൾ ചുറ്റുമുള്ളവരെങ്കിലും റിയലിസ്റ്റിക് ആയിട്ട് മനസ്സിലായി മറ്റുള്ളവർക്ക് കൂടെ ചെറിയ രീതിയിൽ ഹിൻഡെങ്കിലും കൊടുത്തു വെച്ചേക്കണം. അല്ലെങ്കിൽ അവരുടെയും കൂടെ ലൈഫ് കൊണ്ടുവന്ന് ഒരു സ്പോയിൽ ചെയ്യും. കാരണം ഇവർക്ക് അതിനകത്ത് ഒരു ആത്മാഭിമാന കുറവും കാണാനില്ല. തീർച്ചയായിട്ടും അവരതങ്ങനെ ചെയ്ത് കളയും. അത് നമ്മൾ മനസ്സിലാക്കുക. സോ നമുക്ക് ചുറ്റുമുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെങ്കിൽ പോലും ഇത്തരക്കാരെ നമ്മൾ കുറച്ച് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശീലിക്കുക. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതം നഷ്ടപ്പെട്ടു പോയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്കൊന്നും ചെയ്യാനാവത്തില്ല. ബിക്കോസ് അയാളാണ് അയാളുടെ ആ ഒരു ജീവിതം നഷ്ടപ്പെടുത്താനുള്ള റീസൺ. അത് അയാൾ തിരുത്തി, അയാൾക്ക് മനസ്സിലായി, അത് തെറ്റുകൾ തിരുത്തി അയാൾ ജീവിതത്തിലേക്ക് വരിക വെച്ചാൽ അയാൾക്കൊപ്പം ജീവിക്കുന്നതിന് തർക്കമൊന്നുമില്ല. അല്ലാത്തവർ അത്തരം വിവാഹ ജീവിതം എന്നൊരു തേമ എടുക്കാൻ പോകരുതെന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു വശം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ, എനിക്ക്, ഞാൻ, ആ ഒരു അത് ഭയങ്കര മോശപ്പെട്ടൊരു വശമാണ്. അത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇല്ലാത്തവരായിരുന്നാൽ പോലും ഇങ്ങനൊരു തോട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. അത് പ്രശ്നം തന്നെയാണ്. കാരണം നമ്മളെല്ലാവരെയും പോലെ തന്നെയാണ്. നമ്മൾ ഡിഫറെൻ്റ് ആണെന്ന് ചിന്തിക്കുന്ന തെറ്റൊന്നുമില്ല. പക്ഷേ എൻ്റർലി ഡിഫറെൻ്റ് ആണ്, ആൻഡ് ഐ ആം സംതിങ്, എവറി വൺ ഈസ് ലെസർ ദാൻ മീ എന്ന് ചിന്തിക്കുന്നത് പ്രശ്നം തന്നെയാണ്. അപ്പം അത് ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരുതരം മാനസികാവസ്ഥ തന്നെയാണ്. ഇനി എല്ലാവരുടെയും കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിനകത്ത്. കുറേ അധികം എന്താ പറയണേ, ഈ നമ്മളുടെ സിമിലർ ഈക്വൽ ടാലൻ്റ് ഉള്ള ഒരാളെ ഒരിക്കലും പോയി വിവാഹം കഴിക്കാൻ സമ്മതിച്ചു കൊടുക്കരുത്. കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു. നമ്മളെക്കാൾ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയ ഒരാളെ കഴിച്ചാലും പ്രശ്നമാണ്. കാരണം അവരുടെ ഒന്നും ഇങ്ങോട്ട് ഉൾക്കൊള്ളാനൊക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാരക്ടറിനെ ആദ്യം മനസ്സിലാക്കേണ്ടത് അമ്മ തന്നെയായിരിക്കണം. അമ്മമാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആകും എന്നുള്ളത് വസ്തുത. ഇപ്പോൾ എനിക്കറിയില്ല, അപ്പം എൻ്റെ ലൈഫിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ നന്നായി മനസ്സിലാകും. ഞാനത് ശരിക്കും മനസ്സിലാക്കും. അവരുടെ അപ്പ് ആൻഡ് ഡൗൺസ്, അവരുടെ എല്ലാ മൈനസ് പോയിന്റും നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ എനിക്കറിയാം. അപ്പോൾ ഇത് എനിക്കൊരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ അവർക്ക് വരുന്ന കുഞ്ഞു വന്ന് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തേർഡ് പേഴ്സൺ ആണ് എന്നുള്ളൊരു നീക്കി വെപ്പ് എനിക്കുണ്ടാവില്ല.
ഞാനത് മനസ്സിലാക്കും ആൻഡ് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് എനിക്കറിയാമല്ലോ എൻ്റെ കുട്ടികളുടെ പോസിറ്റീവ് നെഗറ്റീവും എനിക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യും. ഓരോ അമ്മമാരും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. മിക്കവാറും അമ്മമാരുടെയൊക്കെ ഒരു ടൈം എന്ന് വെച്ചാൽ മക്കളുടെ നെഗറ്റീവ് മനസ്സിലാവില്ല, അറിഞ്ഞാലും ഇല്ലയെന്ന് ഇഗ്നോർ ചെയ്യുന്നൊരു ഇതുണ്ട്. ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നതാണ് ഹൈലൈറ്റ് ചെയ്യാനുണ്ടായിരുന്നത്, ഇത്തരം പേഴ്സണാലിറ്റി ഉള്ള അമ്മമാരെ നമ്മളെങ്ങനെ സഹിക്കും എന്നുള്ളത്. സിമ്പിളാണ്, സഹിക്കാനേ പറ്റില്ല. അവർക്ക് മനസ്സിലാകാൻ, അവർക്ക് മനസ്സിലാക്കിച്ച് കൊടുക്കുന്നതും പ്രാക്ടിക്കലല്ല. സിനിമയിലൊക്കെ സഹിക്കാൻ നടക്കും. അമ്മ എന്ന് പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു പാതി വഴി അവർ സഞ്ചരിച്ചു കഴിഞ്ഞു. പിന്നുള്ളൊരു പകുതിയാണ്. അവരെ നമ്മൾ സഹിക്കുകയല്ല, വേറെ നിവർത്തി ഉണ്ടാകത്തില്ല എന്നുള്ളത് വസ്തുത. പക്ഷെ ഒരു സൊല്യൂഷനുണ്ട്. അവർക്ക് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അവർക്ക് മാറ്റം വരുത്താൻ വേണ്ടി ഒരു ട്രിക്കാണ് പറയുന്നത്. എത്രത്തോളം ഫലവത്താകുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെയ്യുന്നത്, ഞാൻ ആ ഒരു ഇതിൽ, അതായത് ഇപ്പം നമ്മുടെ മനസ്സ്, നമ്മളുടെ ഹെൽത്ത്, നമ്മളുടെ പീസ് ഓഫ് മൈൻഡ്, ഇതൊക്കെ എതിൽ റിലേറ്റ് ആയിരിക്കുന്നോ അവിടെ തന്നെ നിൽക്കും. അവിടെ നമുക്ക് ആ പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പതിയെ അവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് ബാക്ക്. അത് അവിടെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നാട്ടുകാർ പറയും, സമൂഹത്തിലുള്ളവർ പറയും, ആൻഡ് റിലേറ്റീവ്സ് പറയും, എന്തിനാണ് നമ്മുടെ പാർട്ട്ണർ നമ്മളെ കുറ്റപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. ഈ വിഷയം ആധികാരികമായി മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കണം പാർട്ട്ണർക്ക്. ബിക്കോസ് അയാളുടെ അമ്മയ്ക്കാണ് ഈ പ്രോബ്ലം. അത് മാനസിക അസ്വസ്ഥ്യമാണെന്ന് പറയരുത്. ഇതിനെ ഏറ്റവും നല്ല ഗ്രേഡ്ഫുള്ളായ ഒരു സംഗതിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. കാരണം ഇതൊരു ഡിസീസാണ്. അത് മനസ്സിലാക്കിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ 50% ജയിച്ചു. ബാക്കി 50% അവരുടെ ഒരു സപ്പോർട്ടോടു കൂടി തന്നെ ഇതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ആൻഡ് കൗൺസിലിംഗ് ആണ് ബെറ്റർ വേണ്ടത്. പയ്യെ 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 അതിൽ നിന്ന് അവർ റിക്കവറായി വരും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഒരുപാട് പേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അമ്മായിയമ്മ പോരൊക്കെ വരുന്നതിൻ്റെ മെയിൻ ഇഷ്യൂ അത് തന്നെയാണ്. നമ്മളുടെ വീട്ടിലെ എല്ലാം A to Z കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യണത് നമ്മളായിരിക്കും. പെട്ടെന്നൊരു കുട്ടി വരികയാണ്, നമ്മൾ ചാവി ഉൾപ്പെടെ കൊടുക്കാൻ പറയും എല്ലാവരും. ആൻഡ് അവളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സത്യത്തിൽ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ മടിച്ചുകളാണ്. മുൻപത്തേക്കെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ആക്റ്റീവാണ്. അവർ വന്നുകൊണ്ട് വീട്ടുജോലികളും വീട്ടുകാര്യങ്ങളും എല്ലാവരുടെ ഇതൊക്കെ ഭയങ്കര ആക്റ്റീവായി വരും. അങ്ങനെയുള്ളിടത്താണ് ഈ പ്രശ്നം വരിക. പെട്ടെന്ന് എൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ, എനിക്കൊന്നും ചെയ്യാനുണ്ടാവത്തില്ലേ, അവൾ അധികാരം കൈയെടുക്കുമോ? തീർച്ചയായിട്ടും അതൊരു പൊസിഷനാണ്. മകന് കൂടുതൽ ഇൻറ്റിമസി തോന്നുന്നത് അവളോടാണ്. ഈ അമ്മ മകൻ റിലേഷൻഷിപ്പ് ഒരു കാരണവശാലും ബ്രേക്ക് ആവില്ല. പക്ഷേ ആ റിലേഷൻഷിപ്പ് പോലും ബ്രേക്ക് ആക്കാൻ കഴിയുന്നൊരു റിലേഷൻഷിപ്പാണ് ആ വരുന്നത്. അത് മനസ്സിലാക്കേണ്ടത് അമ്മയാണ്. അമ്മ മനസ്സിലാകുന്നില്ല. അമ്മ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിന് ഇതാണെന്നുണ്ടെങ്കിൽ ഈ വിഷയം മകൾ മനസ്സിലാക്കി വളരെ സമാധാനപരമായി ആ വിഷയം ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് മകൻ്റെ സന്തോഷം, മകൻ്റെ സ്വസ്ഥത ഒക്കെ അമ്മയുടെ സുഖത്തിലും അമ്മയുടെ സ്വസ്ഥതയിലും കൂടെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോഴേ നമുക്കതിൻ്റെ ഡെപ്ത് മനസ്സിലാവുള്ളൂ. നമ്മളൊരു കുഞ്ഞിനെ വളർത്തുന്നു, നമ്മൾ അറിയാമല്ലോ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് ബുദ്ധിമുട്ടുകളാണ് എന്നുള്ളത്. ആ കുഞ്ഞ് പെട്ടെന്ന് മാരേജ് കഴിഞ്ഞിട്ട് നമ്മളെ ഒന്നും അല്ലാതാക്കി ഇട്ടിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ഇമാജിൻ ചെയ്താൽ കിട്ടിയിട്ടുന്ന കാര്യമാണ്. പക്ഷെ അപ്പോഴും നിബന്ധനകളില്ല. ബിക്കോസ് പണ്ടാരാണ്ട് പറയുന്നതാണെങ്കിൽ വിവാഹം കഴിച്ച വ്യക്തിയെ നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിവാഹമല്ല കഴിക്കുക, നമ്മൾ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുക ചെയ്യുന്നത്. ആൻഡ് അവർ പറക്കം മുറ്റുമ്പോൾ അവരുടെ പാത തേടി അവർ പോകണം, അവർക്കും വിവാഹം കഴിക്കണം, അവരുടെ ലൈഫും സെറ്റിലാകണം. നമ്മളൊരു ബാധ്യതയെ അവരുടെ കൂടെ നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല പേരൻറ്റിങ്ങിൻ്റെ ഇത്. മാറി നിന്നു കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ഒതുങ്ങി നിന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ തന്നെ വീട്ടിൽ കുട്ടികളുടെ അടുത്തൊരു ആധിപത്യ സ്വഭാവം ഓൾറെഡി ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് പിന്നെ ഹൈജാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനോ പോലും നമ്മളെ കൊണ്ട് സാധിച്ചു എന്ന് വരത്തില്ല. ഗ്രാജുവലി നമുക്കിത് മനസ്സിലാവുകയുള്ളൂ. മനസ്സിലാക്കി വരുമ്പോഴേക്കും നമ്മൾ നന്നായി ശരിക്കും പെട്ടിട്ടും ഉണ്ടാകും. സോ ഇതാണ് മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പാർട്ട്ണർക്ക് ഈ അസുഖം ഉണ്ടെങ്കിലും പാർട്ട്ണറിൻ്റെ അമ്മയ്ക്ക് ഇതുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ബിക്കോസ് നമ്മളുടെ പീസ് ഓഫ് മൈൻഡ് ഇരിക്കുന്ന സ്ഥലത്ത് ഇതേപോലൊരു ഒഴിയാബാധ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് റെമഡി ഒന്നും പാർട്ട്ണർ കണ്ടെത്താൻ തയ്യാറല്ല എങ്കിൽ നമ്മൾ അവിടെ നിന്ന് വാക്കൗട്ട് ചെയ്യുന്നതാണ് ഈസി പാത്ത്. അപ്പോൾ ഈ പ്രൊമോട്ട് ചെയ്യണത് ഡിവോഴ്സിനെയാണോ പ്രൊമോട്ട് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഇടങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, അതായത് നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സ്വസ്ഥത പൂർണ്ണമായി ജീവിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ ചില ഇടങ്ങളിൽ നമ്മൾ വേണ്ടാന്ന് വയ്ക്കണം. ഇപ്പം വിഷം കിട്ടുന്നു, നല്ലൊരു പാത്രത്തെ നിങ്ങൾക്ക് അതുകൊണ്ട് തരികയാണ്, വിഷമാണെന്ന് അറിഞ്ഞ് നിങ്ങൾ കുടിക്കുമോ? ഇല്ലല്ലോ.
നിങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നല്ല പാത്രത്തിലായാലും അതിന് എത്ര കളർഫുൾ സാധനമായാലും നിങ്ങളത് കഴിക്കില്ല. എന്തുകൊണ്ട് കഴിക്കില്ല? യു വിൽ ഡൈ. അതുകൊണ്ട് ഇത് തന്നെയാണ് ഈ വിഷയത്തിൽ. ഒരു 1 ഇയർ സമയം കൊടുക്കുക. ആൻഡ് ദാറ്റ് ടൈമിൽ നിങ്ങൾക്ക് റിയലൈസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തീർക്കുക. ആൻഡ് അവരോട് ഓപ്പണായി കാര്യങ്ങൾ പറഞ്ഞ ശേഷം മാറുക. വേറെ ഒരു ഇഷ്യൂവും എടുത്തിടരുത്. അതായത് അവിടെ ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ഉണ്ടായി, സ്കൂട്ടർ വെച്ചപ്പോൾ കാറ് കിട്ടിയില്ല, കാറ് കിട്ടിയപ്പോൾ സ്കൂട്ടർ കിട്ടിയില്ല, പെട്രോൾ അടിച്ചു തന്നില്ല, മാല വാങ്ങി തന്നില്ല, കമ്മൽ വാങ്ങി, ഇത്തരം കംപ്ലയിൻസിനൊന്നും പോകരുത്. ഈ ഇഷ്യൂ തന്നെ ഹൈലൈറ്റ് ചെയ്ത് അവിടെ പറഞ്ഞു കൊടുക്കുക. അപ്പം ഇത്തരം വ്യക്തികളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഭയങ്കര അതിക്രമ സ്വഭാവം ഉണ്ടാവുമെന്നാണ്. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അവർക്ക് ദേഷ്യം വരും. അത് കേട്ടിട്ട് ചാടുക, ഉപദ്രവിക്കാൻ കൈയെടുക്കുക, ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ കാണിക്കുക. അതൊന്ന്. പിന്നെ ഈ ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പം ആ പ്രതീക്ഷയുമായി നമ്മൾ വന്ന് കടന്നു വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ എല്ലാ പ്രതീക്ഷകളെയും നശിപ്പിച്ചുകൊണ്ട് നമ്മളൊന്നുമല്ല, സീറോ ആണെന്ന് കാണിക്കാൻ മറ്റേ പുള്ളി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഇതുപോലത്തെ ഉള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു തുടക്കമാണ്. തുടക്കമെന്നല്ല പറയാം, ഏതാണ്ട് എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ, അങ്ങനെ ഒരു കേപ്പബിളായ വ്യക്തിയെ ഇടിച്ചു താഴ്ത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെ തുടങ്ങി അനാവശ്യമായ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും താൻ ചെയ്താലേ സെറ്റാവൂ, താനാണ് പെർഫെക്ഷനുള്ള ആള് എന്ന് പറയുന്നൊരു രീതിയുണ്ട്. ആക്ച്വലി എവരി വൺ ഹാസ് എ പ്രോബ്ലം. എല്ലാവരുടെ കയ്യിലും മൈന്യൂട്ടായിട്ട് ഈ ഒരു പ്രശ്നമുണ്ട്. എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും. ഇപ്പം എല്ലാ അമ്മമാരിലും അത് മെയിനായിട്ടുണ്ടാകും. അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ അത് അമ്മ സ്നേഹം മൂത്ത് ഭ്രാന്താവുന്നതാണ്. മീൻസ് അതൊരു തരം ഭ്രാന്ത് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള അമ്മമാരിൽ നിന്ന് മക്കളെ മാറ്റിയെടുക്കാൻ നടക്കുന്ന കേസേ അല്ല. നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അമ്മയുമായി ഓപ്പൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലാച്ചാൽ അമ്മയ്ക്ക് ചുറ്റുമുള്ള അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ കഴിയുന്നൊരു വ്യക്തിയുമായി സൗഹൃദം സ്ഥാപിക്കുക, അവരെ കൊണ്ട് പറയിക്കുക, ആൻഡ് കൗൺസിലിങ്ങിന് കൂട്ടിയിട്ട് പോവുക. അത് ഹസ്ബൻഡിനൊന്നും മാത്രമല്ല, ഹസ്ബൻഡ് അമ്മയ്ക്കും ബാധകമാണ്. പിന്നെ നിയമവശങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുക. ചിലയിടങ്ങളിൽ നമ്മൾ ഈ പേഴ്സണാലിറ്റികളെ ഭയത്തിൻ്റെ വക്കിൽ നിർത്തി കൊടുക്കുക. കാരണം അവർക്ക് പേടി വരണം. ഞാൻ എന്തോ ആണ്, ഞാനില്ല, എൻ്റെ സപ്പോർട്ടില്ല, അങ്ങനെയെങ്കിൽ അവൾക്ക് ജീവിക്കാനാവില്ല എന്നൊരു കൺസേൺ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ജന്മത്തെ രക്ഷപ്പെടത്തില്ല. അപ്പം നിങ്ങൾ അതാദ്യം ഇല്ലാണ്ടാക്കുക. അവരില്ലെങ്കിൽ നമ്മൾ ജീവിക്കും. ആൻഡ് മോർ ഇതാകുക കൂടുതലും നമ്മുടെ കുടുംബത്തോടെ. നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം മിക്ക പെണ്ണുങ്ങൾക്കും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്നറിയാം. വിവാഹം കഴിഞ്ഞ ഉടനെ എൻ്റെ വീട്ടിലെ അയലുമൊക്കെ അങ്ങേരുമായിട്ട് വരെ ഞാടിയുണ്ടായിരുന്നു. എന്തിനിപ്പോൾ ഇതൊക്കെ എഴുന്നള്ളിക്കുന്നേ? ഒരു കാര്യം പറയാതിരിക്കുക. ഈ ഓവർ സത്യസന്ധതയുണ്ടല്ലോ, അത് നമുക്ക് ദോഷമേ വരത്തുള്ളൂ. ചിലതേ പറയാവുള്ളൂ, ചിലത് പറയാൻ പാടില്ല. നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്ത് ആരായിരിക്കണം എന്നറിയാം? നമ്മൾ തന്നെ ആയിരിക്കണം. വേറെ ലോകത്താർക്കും നമ്മളെ സുഹൃത ഒന്നാക്കി വെക്കാൻ പറ്റത്തില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത്. കണ്ണാടിയില്ലേ, അതിൽ നോക്കിയ കാര്യം പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യുന്ന കാര്യങ്ങളിൽ തുടർന്നാണ് അയാൾക്ക് നിങ്ങളോട് അട്രാക്ഷനും അയാൾക്ക് നിങ്ങളോട് കരുതലും സ്നേഹവും ഒക്കെ വരേണ്ടത്. അല്ലാതെ ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ, എൻ്റെ ക്യാരക്ടർ ഇതൊക്കെ ആയിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിൽ കൂടെ ഒരു സിമ്പതി, അതിൽ കൂടെ ഒരു എമ്പതി, അതിൽ കൂടെ ഒരു അഫെക്ഷൻ, അതിൽ കൂടെ ഒരു ലവ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കാനേ പോകരുത്. പോയി കഴിഞ്ഞാൽ ഫ്ലോപ്പ് ഐഡിയ ആണ് എന്നുള്ള വസ്തുത. നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ തല്ലും വഴക്കും ബഹളവും ഒന്നും ഇല്ലാത്ത ഒരു കുടുംബവും ഇല്ല. എല്ലാ വീട്ടുകളിലും ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. എല്ലായിടത്തും ഉണ്ട്. അമ്മയായിട്ട് വഴക്കുണ്ടാകും, സഹോദരങ്ങളുമായിട്ട് അടിയുണ്ടാകും, എല്ലായിടത്തും ഉണ്ട്. ഇല്ലയെന്ന് പറയുന്ന കളവാ, എല്ലായിടത്തും ഉണ്ടാകും. പക്ഷെ ആ വഴക്കുകൾ എത്ര നേരം നീണ്ടു നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള ബന്ധം. കുടുംബ ബന്ധത്തിൻ്റെ ഭദ്രത അതിനകത്തുണ്ടാവും. ഇപ്പോൾ നമ്മൾ വഴക്കിട്ട് 4 ദിവസം പിണങ്ങി നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ഈഗോയിഷായ ഒരു വീട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഈഗോയിസ്റ്റിക്കായ കുറേ മനുഷ്യർക്കിടയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് അർത്ഥം. 1 മണിക്കൂർ പോലും ഇല്ലെങ്കിൽ ഈഗോ തീരെ ഇല്ലാത്ത വ്യക്തിത്വമുള്ള ആൾക്കാർക്കിടയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ട്, അതാ തുറന്നു പറയണേ, അതിലാണ് അടി വരുന്നത്. പക്ഷെ 1 മണിക്കൂറിനുള്ളിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ അവർ ഉത്സാഹം കാണിക്കുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ പ്രശ്നത്തിൽ മാത്രമേ അവർക്ക് പ്രോബ്ലം ഉള്ളൂ, നിങ്ങളോട് അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് ഓപ്പൺ ആകുന്നു. സോ ഓൾ ഇൻ ടോട്ടൽ അത്തരത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും പ്രശ്നമുണ്ടോ പ്രശ്നമില്ലയോ ഒരു കുടുംബത്തിൽ എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ വീട്ടിലെ കുറവുകൾ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഇതൊന്നും വരുന്ന വീട്ടിലേക്ക് അങ്ങോട്ട് അങ്ങ് തട്ടിയിട്ട് കൊടുക്കാൻ ശ്രമിക്കാതിരിക്കുക. പറയരുതെന്ന് പറഞ്ഞാൽ പറയരുത്. അതിനകത്ത് അത് സ്ട്രിക്റ്റ് ആണ്.
പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം നിസ്സാര രീതി നിങ്ങൾക്ക് അവരെ മനസ്സിലാകുന്നതിന് മുമ്പ് നിങ്ങളിത് എഴുന്നള്ളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് വെച്ച് അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാനൊക്കത്തില്ല. ആ റിയാക്ഷൻ ഒരു പക്ഷെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനും പറ്റത്തില്ല. വല്ലാണ്ട് മനസ്സ് തകർന്ന് കുത്തി പണ്ടാരടങ്ങി പോകും. അതുകൊണ്ട് തന്നെയാണ് പറയണത് ചെയ്യരുത്. അതിനെപ്പറ്റി ഒരു സൂചന പോലും കൊടുക്കാൻ പാടില്ല. വീട്ടിൽ നിന്ന് ഇപ്പം സ്ത്രീധന നിരോധന നിയമവും അങ്ങനെയുള്ള കുറേ നിയമവശങ്ങൾ പഠിച്ചു വെക്കുക. വീട്ടിൽ ഇതുപോലെ നിങ്ങളെ ഗാർഹിക പീഡനം നടത്തിയാൽ ഇത്ര ഇതൊക്കെ ചുമ്മാതെയെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. ഗാർഹിക പീഡനത്തിന് ഇതാണ് ക്രൈം, ഇതാണ് സീൻ, ഇന്ന ചെയ്താൽ ഇന്നയുണ്ട്. ഇതൊക്കെ ചുമ്മാ പൊതുബോധം പ്രചരിപ്പിക്കുന്നതാണൊക്കെ ഇവരോട് ഇങ്ങനെ പറയുക. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? അവർക്ക് അവയർനെസ് കൊടുക്കുന്നതാണ്. മോനെ അധികം ചൊറിഞ്ഞാൽ നീ പണി വാങ്ങിക്കും. അമ്മായിയമ്മയുടെ അടുത്ത് തന്നെ മോളെ അധികം ചൊറിഞ്ഞാൽ നീ പണി വാങ്ങിക്കും, എന്നെ കൊണ്ട് നിനക്ക് പണി തരാൻ സാധിക്കും എന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു. അതൊരു ഫിയറാണ്. ആ ഫിയറിൽ ഇവരെ നിർത്തി കഴിഞ്ഞാൽ ഒരു പകുതി വരെ നിങ്ങൾക്ക് സമാശ്വാസം ഉണ്ടാകും എന്നുള്ള വസ്തുത. പിന്നെ NPD ഉള്ളവരുടെ മറ്റൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വാളിറ്റി അല്ല, ഏറ്റവും കുഴപ്പം പിടിച്ചൊരു സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ പോരിമ. താൻ മികച്ചവൻ, തനിക്ക് എല്ലാം സാധിക്കും, താൻ ഭരണം നടത്തും, ബാക്കിയുള്ളവരെല്ലാം ഇവിടെ അടിമ, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പേര്. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സോൺ. മറ്റുള്ളവരോട് ഇയാളെപ്പറ്റി പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അവസരം പോലും പാഴാക്കാതെ ആ സ്പോട്ടിൽ ഇയാളെ റിവീൽ ചെയ്യാനുള്ള ശ്രമങ്ങളെങ്കിലും നടത്തുക. കംപ്ലീറ്റ് റിവീൽ ചെയ്യണ്ട, ബട്ട് സ്റ്റാർട്ടിങ് പോയിന്റ് അങ്ങോട്ട് ദിസ് ഈസ് യു. ഇപ്പം ഒരു 2 കൂട്ടുകാർ വന്നിരിക്കുന്നു, അവരുടെ മുമ്പിൽ വെച്ച് ഇവളിങ്ങനെ ദിസ് ഈസ് യു, ഞാൻ നിങ്ങളുടെ പാർട്ട്ണറല്ലേ, ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ആ സ്പോട്ടിൽ സംസാരിക്കുക. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് യെസ് ഓർ നോ പറയാൻ സാധിച്ചാൽ മാത്രമേ മുന്നോട്ട് നമുക്ക് സ്വസ്ഥത ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇതിനകത്തൊരു റിയാക്ഷൻ ബാഡായിരിക്കാം. ആ കൂടെ നിൽക്കുന്നവർ നന്നായിട്ട് പറയാം, അത് തമാശയായിട്ട് എടുത്തുകൂടെ. ഇനി ഞാൻ തമാശ നിങ്ങളെടുത്ത് പറയാം. ഒരുപക്ഷെ നിങ്ങൾക്കൊരു മറ്റൊരു മാർക്കായിരിക്കും അവിടെ വരുന്നതെങ്കിൽ പോലും നിങ്ങൾ ഇത് പറയുന്ന സ്ത്രീയാണെന്ന് അറിയുമ്പോൾ ഇതേപോലെ കൂട്ടുകാരെ മുമ്പിൽ വെച്ച് കളിയാക്കുന്നതിന് മുമ്പ് ആലോചിക്കും, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് തിരിച്ചിത് പറയും, വെറുതെ ഏണി വെക്കണ്ട എന്നയൊക്കെ തോന്നും. അതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ. അമ്മായിയമ്മയുടെ കേസിലേക്ക് വരാം. നമുക്ക് പങ്കാളിയുടെ കാര്യം വേറെയാണല്ലോ. ഇനി അമ്മായിയമ്മയുടെ വിഷയത്തിലേക്ക് വരാം. അമ്മായിയമ്മ ആദ്യം തന്നെ നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഈ സ്വരച്ചേർച്ചകളുടെ തുടക്കത്തിൽ തന്നെ 2 വീട്ടുകാരെയും ഇരുത്തി സംസാരിക്കണമെന്ന് നിർബന്ധം പിടിക്കുക. 2 വീട്ടുകാരോടും വിഷയം തുറന്നു പറയുക. ഇന്ന വിഷയത്തിൽ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എൻ്റെ ക്യാരക്ടർ ഇന്നയാണ്. എന്തിനും ഏതിനും നമ്മളെ ചേഞ്ച് ആക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് വെരി ബിഗിനിങ്ങിൽ തന്നെ പറയുക. എല്ലാ വിവാഹങ്ങളുടെയും ഒരു മെയിൻ പ്രോബ്ലം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ആഴ്ച പെണ്ണ് കാണും, അടുത്ത ആഴ്ച വളയിടൽ, അതിൻ്റെ അടുത്ത ആഴ്ച കല്യാണം, അതിൻ്റെ അടുത്ത ആഴ്ച അച്ചാരം വെപ്പ്, അതിൻ്റെ അടുത്ത ആഴ്ച കല്യാണം. ഇങ്ങനെയാണ് ചില വിവാഹങ്ങളുടെ ഒരു പാറ്റേൺ. അത് സ്റ്റോപ്പ് ചെയ്യിക്കണം. നിങ്ങൾക്ക് മിനിമം ഒരു 6 മന്ത് ഇൻട്രാക്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കിയെടുപ്പിക്കണം. അതിൽ അത്രയൊന്നും നിങ്ങൾക്ക് റിവീലായി കിട്ടത്തില്ല കേട്ടോ. ഈ 6 മന്ത് കൊണ്ടൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു എക്സ്പ്ലനേഷനോ ഒന്നും റിവീലായി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പറ്റുന്നിടത്തോളം പുള്ളിയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പം ക്രിസ്ത്യൻ വിവാഹത്തിലൊരു പ്രത്യേകതയുണ്ട്. 1 മാസം അവർക്ക് മാരേജിൻ്റെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ കുറേയൊക്കെ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അതൊക്കെ ഒരുപാട് സംസാരിക്കും. എല്ലാ രീതിയിലുള്ള ക്ലാസ്സുകളും എടുക്കും. ഇതൊക്കെ കഴിഞ്ഞ ശേഷം അപ്പോൾ ഈ 1 മാസത്തെ സമയം കൊണ്ടൊക്കെ ഇവർക്ക് കുറേയൊക്കെ അവർക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ളൊരു ഇത് കിട്ടുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മൈനസ് പോയിന്റ് മനസ്സിൽ വെച്ച് കൃത്യമായി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക. അല്ലാതെ അവൾ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴത്തേക്ക് പല്ല് കഴിക്കാതെയാണ് ചായ കുടിക്കുന്നത്, ഇങ്ങനെയല്ല പറയേണ്ടത്. ചില വഴക്കങ്ങളുണ്ട്, ചില പ്രോബ്ലംസ് ഉണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം എന്നുള്ള ആ ഒരു ടൈം പറഞ്ഞു കൊടുക്കുക. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയണമെങ്കിൽ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പം നമ്മൾ ഈ പക്ഷികളൊക്കെ കാണുന്നില്ലേ, അവർ പറക്കം മുറ്റി കഴിഞ്ഞാൽ അവർ വേറെ പോയി വേറെ വീട് വയ്ക്കും. അതേപോലെ മാറി അങ്ങോട്ട് താമസിക്കുന്നതായിരിക്കും ബെറ്റർ. ഇത്തരം മത്സരങ്ങളും ചർച്ചകളും ജഗടകളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പം പയ്യെ മൂവ് ഔട്ട് ആകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. പക്ഷേ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ഉപേക്ഷിക്കാനോ മാറ്റി നിർത്താനോ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അവരെ ചേർത്ത് നിർത്തണമെങ്കിൽ അത് അവരോട് ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പണ്ടത്തെ കാലമൊന്നുമല്ല, ഇപ്പം മനസ്സിലാക്കിച്ചു കൊടുക്കുക. ഈ അധീനത്വം അല്ലെങ്കിൽ എന്താ പറയണ, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാനാണ് ഇവിടുത്തെ എല്ലാ ആളും എന്നൊക്കെ പറഞ്ഞു വരുന്ന അമ്മായിയമ്മമാർക്ക് രഹസ്യമായി കാര്യം പറഞ്ഞു കൊടുക്കുക. അമ്മായിയമ്മ തള്ളെ, ഇത് കഴിഞ്ഞാൽ ഞാനാണ് ഇവിടുത്തെ ആള്. അത് മാത്രമല്ല, നിങ്ങൾ എന്നെ മൊത്തത്തിൽ എടുത്തോ, ഈ
അധികാരം മാത്രം തരുന്നില്ല, ഇവിടുത്തെ മുഴുവൻ പണിയും ഉത്തരവാദിത്വം കടമയും എല്ലാം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു, എന്നെ വെറുതെ വിട്ടേക്കൂ എന്ന് പറഞ്ഞു നോക്കിക്കാണ്. അതായത് ഇപ്പോൾ വണ്ടിയുടെ ഓണർഷിപ്പ് പുള്ളിക്കാരത്തിക്കാണ്. ശരി ആയിക്കോട്ടെ, ഓണർഷിപ്പ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്, അപ്പോൾ വണ്ടി നിങ്ങൾ കഴുകണം, വണ്ടി നിങ്ങൾ ഓടിക്കണം, വണ്ടിയിൽ നിങ്ങൾ പെട്രോൾ അടിക്കണം, ഒക്കെ നിങ്ങൾ ചെയ്യണം. ഈ ഒരു ടേം ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ആ ഒരു കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഇത് നല്ല ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആണല്ലോ. വിവാഹം എന്ന് പറയുമ്പോൾ പുത്തൻ ഉടുപ്പ് കിട്ടും, കുറേ സ്വർണം കിട്ടും എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് അവയർനെസ് കൊടുക്കാതെ അവരെ വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുന്നത് കൊണ്ടുള്ള പ്രോബ്ലം കൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. വിവാഹം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, എങ്ങനെയുണ്ട്, എല്ലാം കഴിഞ്ഞോ, മീൻസ് ഈ ഷേവിങ് കട്ടിങ് ഒക്കെ കഴിഞ്ഞോ, അതൊക്കെയാണ് ചോദിക്കുന്നതിനപ്പുറം യു ആർ മെന്റലി പ്രിപ്പയർഡ് എന്നാരെങ്കിലും ചോദിച്ചെനിക്കറിയത്തില്ല. എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായ ഒരു വിവരണം കൊടുക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. വിവാഹം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ വായി കൂടെയാണ് പലതും നമ്മൾ അറിയുന്നത് പോലും, പലതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലും. ഇനിയിപ്പോൾ ഉടനെ അതിലേക്ക് കൊണ്ടുപോകണ്ട, അത്രത്തോളം ഒന്നും ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് വേണ്ട അത്യാവശ്യ നോളജ് നമുക്ക് ചുറ്റുമുള്ളവർ തരണം. തന്നിട്ടില്ല വെച്ചാൽ നമ്മളത് അന്വേഷിച്ച് മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കണം. ഈ പ്രസവത്തോട് അടുക്കുമ്പോഴത്തേക്ക് പെൺകുട്ടികൾക്കൊരു ഭയപ്പാട് വരാറുണ്ട്. പ്രസവം എങ്ങനെയായിരിക്കും, എന്ത് ഇതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണെന്ന്, എങ്ങനെയാണെന്ന് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഈസിയാണ്. അത്രേ ഉണ്ടാവുള്ളൂ. 10 പേരോട് ചോദിക്കുന്നതിൽ ഒരു മടിയും വിചാരിക്കേണ്ട. അതേപോലെ ഈ ഒരു കാര്യത്തിലും അത് തന്നെയാണ്. 10 പേരോട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുക, ചോദിക്കുക. അമ്മായിയമ്മയാണ്, അവരൊരു ദുഷ്ട കഥാപാത്രമാണ്, അവർ നമുക്ക് പണി തരും. ഈ ഒരു തോട്ടേ നിങ്ങൾ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ ജീവിത പങ്കാളിയുടെ അമ്മയാണ്. അവർക്ക് എൻ്റെ ജീവിത പങ്കാളിയുടെ മനസ്സിലും ജീവിതത്തിലും വലിയൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥാനമല്ല. അതവിടെ നിലനിർത്തിക്കൊണ്ട് എനിക്ക് ആ ജീവിതത്തിൽ എൻ്റേതായ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കുമെങ്കിൽ അത് ഗ്രേറ്റ്നെസ് ആണ്. അത് കേപ്പബിലിറ്റി ഉള്ളൊരു പെണ്ണിൻ്റെ വളരെ നല്ലൊരു സ്വഭാവമായിരിക്കും. ഇത് കീപ്പ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് വേണം ഓരോ പെണ്ണും വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങാൻ. അല്ല ചെന്ന് കയറി വേണം ഈ തള്ള ഇവിടുന്ന് എങ്ങനെ വായിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അടി മുതുവിൽ വീഴും. ഒരു തർക്കവും വേണ്ട. അതേപോലെ തന്നെ മകനെ അങ്ങോട്ട് കെട്ടിക്കൊടുത്ത് കുറെ ശ്രീധരം വാങ്ങിച്ച് പൂട്ടി പയ്യിൽ വെച്ച് അവളെ കൊണ്ട് വീട്ടിലെ കുണ്ടപ്പണി എത്രയും ചെയ്യിക്കാം എന്ന് കാത്തിരിക്കുന്ന അമ്മായിയമ്മമാരും പ്രശ്നമാണ്. അമ്മായിയമ്മമാരും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാകണം. മകൻ ഇന്നലെ വരെയുള്ള മകനല്ല, ഒരു സ്ത്രീയുടെ പാർട്ട്ണറാണ്. വന്നിരിക്കുന്ന കുട്ടി മകന്റെ നേർപാതിയാണ്, അവന്റെ അവകാശിയാണ്. അവകാശികളിൽ ഒരാളല്ല, അവകാശി തന്നെയാണ്, അവകാശിയാണ്. അനന്തരാവകാശികളെ തരാൻ ഉള്ള ഒരു വലിയ ബന്ധമാണത്. ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് അതാണ്. ആ ഗ്രേറ്റ് റിലേഷൻഷിപ്പിൽ കൂടെയാണ് പല റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പം ആ റെസ്പെക്റ്റ് ആ പെൺകുട്ടിക്ക് കൊടുക്കണം. ഒരു പക്ഷെ മകനേക്കാൾ ഉപരി മകന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന, മകനെ പൊന്നുപോലെ നോക്കുന്ന, കെയർ ചെയ്യുന്ന മകന്റെ പാർട്ട്ണറെയാണ് അമ്മായിയമ്മമാര് കെയർ ചെയ്യേണ്ടത്. അത് ചെയ്യാത്തടത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം വിഷയം NPD വിട്ട് നമ്മൾ അമ്മായിയമ്മയിലേക്ക് എത്തി എന്നാലും പറയുന്നതാണ്. ഇത്തരത്തിൽ അമ്മായിയമ്മമാർക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷനാണ് ബെസ്റ്റ് ചോയ്സ്. കൗൺസിലിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും നന്നായി അവരോട് സംസാരിക്കാൻ കഴിയുന്ന വിവരമുള്ള, ബോധമുള്ള ഒരാളെ കണ്ടെത്തുക. അത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. ആരാണോ അവരോട് കൃത്യമായി വിവരം പറയുക. നിങ്ങളും അവരും തമ്മിലുള്ള ആ അടുപ്പം, ആ ലിങ്ക് ഒരു കാരണവശാലും അമ്മായിയമ്മ അറിയരുത്. എങ്കിൽ അമ്മായിയമ്മ സമ്മതിക്കത്തില്ല. അവർ പറയും അവളുമായിട്ട് അവർക്ക് നല്ല കൂട്ടാ, അല്ലെങ്കിൽ ഇവന് നല്ല കൂട്ടാ, അതുകൊണ്ടാണ് പറയണേന്ന് പറയും. ആ ലിങ്ക് പുറത്തു വിടാതെ അവരുടെ അടുത്ത് കാര്യം അവതരിപ്പിച്ച് അവരെ കൊണ്ട് ഇവരെ കൗൺസിലിങ്ങിന് എത്തിച്ചു കഴിഞ്ഞാൽ ഒരു ശതമാനം വരെ നിങ്ങൾക്കിത് കിട്ടും. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്നുള്ളത് തന്നെ ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഈ പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ഇവരുടെ റിയൽ ഐഡന്റിറ്റി പുറത്തേക്ക് വന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നോർമൽ ആയിക്കോളും. നോർമൽ ആവുകയല്ല, അവരെ നിർവാഹമില്ലല്ലോ, അതങ്ങനെ വരുള്ളൂ. അതേസമയം അവർ ഗരുഡനായി തന്നെ നമ്മളിങ്ങനെ വാഴിക്കുകയും അവരങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുമ്പോൾ അവരെ നമുക്ക് തിരുത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ളവർക്ക് ലൈഫ് നഷ്ടപ്പെട്ടു പോകും. ഇവർ കാരണം ചുറ്റുമുള്ളവരുടെ ലൈഫ് നഷ്ടമാകും. അവർക്ക് പല രീതിയിലുള്ള ഇമോഷണൽ ഡാമേജസ് ഉണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ഈ വിഷയം ആദ്യം അവതരിപ്പിക്കേണ്ടത് പങ്കാളിയെടുത്താണ്. സംയമനം. നിങ്ങളുടെ അമ്മയ്ക്ക് ഭ്രാന്താണെന്നൊന്നും പറഞ്ഞാളയില്ലേ, നിങ്ങളുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്, ചേട്ടനൊന്ന് ശ്രദ്ധിക്കൂ. അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ പ്രൊണൗൺസ് ചെയ്യുക അത് എന്നെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, ഇതൊന്ന് നോക്കിയാലോ എന്ന് ഒരു സജഷൻ വെക്കുക. അപ്പോഴും പറയണം, നിങ്ങളുടെ കയ്യിൽ 108 കുറ്റവും വെച്ചുകൊണ്ട് ഈ കാര്യം അവതരിപ്പിക്കരുത്. അതാണ് പ്രശ്നം. നമ്മുടെ ഭാഗത്തുള്ളത് നമ്മൾ 100%
സെറ്റാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പറഞ്ഞാന്ന് പറഞ്ഞ് നിങ്ങളെ എടുത്ത് കെട്ടിയിടാൻ ചാൻസ് ഉണ്ട്. ബി അവെയർ. ടു ബി കണ്ടിന്യൂഡ്. തൽക്കാലം ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം സെയിം സബ്ജക്റ്റുമായി.